ചിലരുടെ ജീവിതത്തിൽ മാത്രം എപ്പോഴും വിഷമമായിരിക്കും. അതിന് കാരണം എന്താണെന്ന് ഞാൻ ഒരു ചെറിയൊരു കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് ജീവിതത്തിൽ അധികം എപ്പോഴും ദുഃഖം അനുഭവിക്കുന്നവർ പ്രത്യേകം കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ട് വ്യക്തികൾ ഒരുപോലെ ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് കരുതുക. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം ജീവിതത്തിലുണ്ടായി. അപ്പോൾ എപ്പോഴും ആ ഒരു വിഷമത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്ന് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന് അതിൽ തന്നെ ഒരു മോചനം ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം ചിന്തിക്കാതെ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ച് ഇതെൻ്റെ വിധി എന്ന് പറഞ്ഞ് വിധിയെ പഴിചൊല്ലി ഇങ്ങനെ ഇരിക്കും. രണ്ട് വ്യക്തികളാണ് ഒരുപോലത്തെ ദുഃഖം അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പുറത്തെ വ്യക്തി അതുപോലെ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേർക്കും ഓരോ ഫോൺ വന്നു. എന്നിട്ട് പറഞ്ഞു ഒരു ഫങ്ഷൻ ഉണ്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, എപ്പോഴും ദുഃഖത്തിൽ അഡിക്റ്റായിട്ടിരിക്കുന്ന വ്യക്തി പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്, എനിക്ക് വരാൻ ഉള്ളൊരു മൂഡില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി ഈ വിഷമത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പുറത്തെ വ്യക്തി എന്ത് ചെയ്തു, എന്തായാലും പോവുക, കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി 4 ആളെ കാണുമ്പോഴെങ്കിലും കുറച്ച് ഒരു വ്യത്യാസം വരുമെന്ന് അങ്ങനെ ചിന്തിച്ച് ചെറിയൊരു മാറ്റമെങ്കിലും ആഗ്രഹിക്കാൻ ആ വ്യക്തി ചിന്തിച്ചിട്ട് ആ വ്യക്തി ആ ഫംഗ്ഷന് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ മറ്റു വ്യക്തി ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ലോട്ടറിക്കാരൻ വന്നു കേട്ടോ. അപ്പോൾ അയാൾ ഒരു ലോട്ടറി എടുക്കണ്ടെന്ന് ചോദിച്ചു. അയാൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഒരു ലോട്ടറി മാത്രമേ അയാൾക്കുള്ളൂ. എടുക്കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞു, ഞാൻ എടുക്കണില്ല, ഇപ്പം എൻ്റെ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞു, നിങ്ങളിത് കയ്യിൽ വെക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ലോട്ടറി വെറുതെ കൊടുത്തു. അപ്പോൾ ആ വ്യക്തി ആ ലോട്ടറിക്കാരനോട് നന്ദി പറഞ്ഞ് ആ ഫംഗ്ഷന് പോയി. ഫംഗ്ഷന് പോയപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു, സംസാരിച്ചപ്പോൾ തന്നെ പകുതി മനസ്സിന് ആശ്വാസം കിട്ടി. പിന്നെ ആ വ്യക്തി വന്ന് നോക്കിയപ്പോൾ ആ ആൾ തന്ന ലോട്ടറി ഇയാൾക്ക് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ആളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. കാരണം ആ ഒരു ദുഃഖം ഉണ്ടായപ്പോൾ അത് മാത്രം ചിന്തിച്ച് അതിനൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പോലും ചിന്തിക്കാതെ അതിൽ മാത്രം അഡിക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ, ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷനും അവർ പോവില്ല, ആളുകളെ കണ്ട് മൈൻഡ് ഓക്കെ ആവില്ല, ഈ ലോട്ടറിയും ഇയാൾക്ക് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ ഒരു ദുഃഖത്തിൽ അഡിക്റ്റായിരിക്കാതെ അതിൽ മോചനം വേണമെന്ന് ആഗ്രഹിച്ച് ചെറിയൊരു നീക്കം ചെയ്തപ്പോൾ ആളുടെ ജീവിതം വല്ലാണ്ട് മാറി മറിഞ്ഞു. എന്നാൽ മറ്റേ വ്യക്തിയോ, ഈ ആൾക്ക് ലോട്ടറി അടിച്ചറിഞ്ഞപ്പോൾ ആ വ്യക്തി ഒന്നും കൂടി വിഷമിച്ചിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ വിഷമം ഇരട്ടിയായി. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒന്നിലും അഡിക്ഷൻ വെക്കരുത്. പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും, അതിന് പരിഹാരങ്ങളുണ്ടാവും. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെൻ്റെ വിധിയാണ്, ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിനെ പോലെ ഇങ്ങനെ ദുഃഖങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കും. മറ്റേ വ്യക്തിക്കും സെയിം ദുഃഖം തന്നെയായിരുന്നു. പക്ഷേ ആ വ്യക്തി പുറത്തിറങ്ങാനും 4 ആളെ കാണാനും സംസാരിക്കാനും ഒരു മാറ്റം വേണം ഇതിൽ നിന്ന് ചിന്തിച്ച് ആ വ്യക്തി പുറത്തിറങ്ങി നടന്ന് അപ്പോൾ ജീവിതത്തിലുണ്ടായൊരു മാറ്റം കണ്ടില്ലേ. ചെറിയൊരു മാറ്റമല്ല, ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ നോക്കുക. അതായത് പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും, അതിന് പരിഹാരവും ഉണ്ടാവും. നമ്മൾ വിധിയെ പഴി പറഞ്ഞ് ജീവിതം നശിപ്പിക്കാതിരിക്കുക.